കളിച്ച കളികളൊക്കെ ജയിച്ച 2 ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ആര് ജയിക്കും എന്നുള്ളതാണല്ലോ പ്രധാനപ്പെട്ട ചോദ്യം. രാജസ്ഥാൻ റോയൽസ് 3 കളി കളിച്ച് 3ഉം ജയിച്ച് 6 പോയിന്റോടെ പോയിന്റ് പട്ടികയിൽ ഒന്നാമത്. RCB 2 കളിയേ കളിച്ചുള്ളൂ, 2ഉം ജയിച്ച് 4 പോയിന്റോടെ പോയിന്റ് പട്ടികയിൽ മൂന്നാമത്. ഇന്നാര് ജയിക്കുമെന്നതാണ് ചോദ്യം. രാജസ്ഥാൻ്റെ മൈതാനത്ത് എന്ന് പറഞ്ഞാൽ രാജസ്ഥാനിലല്ല, ഗോഹട്ടിയിലാണ്. ഇപ്പോൾ രാജസ്ഥാൻ റോയൽസ് ആണോ ഗോഹട്ടി റോയൽസ് ആണോ എന്ന് കൺഫ്യൂഷൻ ആയിട്ടുണ്ട് പലർക്കും. ഏതായാലും അവിടെ കഴിഞ്ഞ കളിയിൽ റണ്ണൊഴുകിയ പിച്ചില്ലേ, അതേ പിച്ചിൽ ഇന്ന് കളിക്കുകയാണ് രാജസ്ഥാൻ റോയൽസും RCBയും തമ്മിൽ. രാജസ്ഥാൻ്റെ പ്ലേയിങ് 11 അല്ല 12 മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് ലഭ്യമാവുന്ന വിവരം. അപ്പോൾ അവരുടെ പ്രോബിൾസ് എങ്ങനെയായിരിക്കും? യശസ്വി ജയ്സ്വാളും വൈഭവ് സൂര്യവംശിയും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ട്, പിന്നാലെ ധ്രുവ് ജുറൽ, റിയാൻ പരാഗറ്റ് നമ്പർ 4, ദെൻ ഷിംറോൺ ഹെറ്റ്മയർ, ഡൊണോവൻ ഫെറീറ, രവീന്ദ്ര ജഡേജ, ജോഫ്രെ ആർച്ചർ, സന്ദീപ് ശർമ്മ, നാന്ദ്രെ ബാഗ, തുഷാർ ദേശ്പാണ്ഡെ. നമ്പർ 12 ഇമ്പാക്റ്റ് സബ് രൂപത്തിൽ രവി ബിഷ്ണോയി. മറുഭാഗത്ത് ചോദ്യം ജോഷ് ഹേസൽവുഡ് കളിക്കുമോ എന്നുള്ളതാണ്. ഹീ സ്റ്റിൽ വർക്കിംഗ് ഹീസ് വേ ബാക്ക് ടു ഫുൾ ഫിറ്റ്നസ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഇന്ന് കളിക്കാനുള്ള സാധ്യത കുറവാണ്. മറ്റ് ചേഞ്ചുകൾക്ക് സാധ്യത എന്ന് പറയുന്നത് അഭിനന്ദൻ സിംഗിൻ്റെ കാര്യമാണ്. അദ്ദേഹത്തെ മാറ്റാൻ തീരുമാനിക്കുകയാണെങ്കിൽ റാസിക് ഡാറോ അല്ലെങ്കിൽ മങ്കേഷ് യാദവോ എത്താം. ഇതിനപ്പുറത്തേക്കുള്ള ചേഞ്ചുകളിലേക്ക് RCBയും പോകാൻ സാധ്യതയില്ല. അപ്പോൾ RCBയുടെ ഒരു പ്ലേയിങ് 12 നമ്മൾ പ്രതീക്ഷിക്കുന്നത് വിരാട് കോഹ്ലി, ഫിൽ സാൽട്ട്, ദേവ്ദത്ത് പടിക്കൽ, രജത് പട്ടിദാർ, ടിം ഡേവിഡ്, ജിതേഷ് ശർമ, റൊമാരിയോ ഷെഫേർഡ്, കൃണാൽ പാണ്ഡ്യ, ഭുവനേശ്വർ കുമാർ, ജേക്കബ് ഡഫി, അഭിനന്ദൻ സിംഗ്, ദെൻ സുയാൻ ശർമ്മ ഇമ്പാക്റ്റ് സബ് റോളിൽ. അപ്പോൾ ചോദ്യം വീണ്ടും അതാണ്, ആര് ജയിക്കും? റാഫ്റ്റോക്കിൻ്റെ ഒരു പ്രഡിക്ഷൻ RCB ജയിക്കുമെന്നാണ്. നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവുക. നിങ്ങളുടെ പ്രഡിക്ഷൻ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തൂ.